പ്രതിസന്ധികളും അതിക്രമങ്ങളും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി ഷക്കീല. അഭിപ്രായങ്ങൾ എന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് ഷക്കീല. ഒരു കാലത്ത് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന ഷക്കീല പിന്നീട് ഇത്തരം സിനിമകളിൽ നിന്നും മാറി നിന്നു. കുടുംബത്തിന് വേണ്ടിയാണ് താൻ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചിരുന്നതെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താനായിരുന്നുവെന്നും ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്ത് അക്കാലത്ത് തരംഗമായിരുന്നു ഷക്കീല. എന്നാൽ ഒരു ഘട്ടത്തിൽ ബോളിവുഡിലെ പ്രമുഖർ തന്നെ ഷക്കീലക്കെതിരെ തിരിഞ്ഞു. തന്റെ സിനിമകൾ റിലീസ് ചെയ്യാതിരിക്കാൻ മലയാളത്തിലെ സൂപ്പർ താരങ്ങളും അമ്മ സംഘടനയും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ഷക്കീല കഴിഞ്ഞ ദിവസം തുറന്നു സംസാരിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷക്കീലയുടെ തുറന്നു പറച്ചിൽ. ഇപ്പോഴിതാ തമിഴകത്ത് താരങ്ങളായി മാറിയ മലയാളി അഭിനേതാക്കളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഷക്കീല. ഗലാട്ട വോയിസുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം. തമിഴ് സിനിമയിൽ എന്തിനാണ് കേരളത്തിൽ നിന്നും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത്? ഇവിടെ ഭംഗിയുള്ള നടിമാരില്ലേ എന്നും എന്തിനാണ് കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്പർ 1 സ്റ്റാറാക്കി വെച്ചിരിക്കുന്നതെന്നും ഷക്കീല ചോദിച്ചു. നോർത്തിൽ നിന്നും നടിമാർ വരുന്നുണ്ട്, ഇവിടെ നിന്നും അങ്ങോട്ടും ആർട്ടിസ്റ്റുകൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടത്തെ മരുമകളാക്കുന്നു. അന്തരിച്ച നടൻ വിവേക് എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഒരു സെറ്റിൽ അദ്ദേഹം 2 മണിക്കൂർ വൈകിയെത്തി. അപ്പോൾ ഒരു നടി എന്താണിതെന്നും ഞാൻ കാത്തിരിക്കുകയല്ലേ എന്നും ചോദിച്ചതായും ഷക്കീല പറയുന്നു. നമ്മുടെ സംവിധായകർ എന്തിന് മറ്റൊരിടത്തു നിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണമെന്നും ഇവിടെ എത്ര പേർ അവസരം തേടുന്നുണ്ടെന്നും അവർക്ക് അവസരം നൽകിക്കൂടെയെന്നും ഷക്കീല ചോദിച്ചു. എത്ര മലയാള ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ തമിഴിലുള്ളത്? തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് പോയ എത്ര ആർട്ടിസ്റ്റുകളുണ്ടെന്നാൽ 2-3 സിനിമ ചെയ്യും. ഇപ്പോൾ കമൽ സാറുടെ സിനിമയിൽ പോലും മലയാളികൾ അഭിനയിക്കുന്നുണ്ട്. തമിഴിൽ ആ വേഷങ്ങൾ ചെയ്യാൻ ആരുമില്ലേ? ഇവിടെയുള്ളവർ കഷ്ടപ്പെടുകയാണെന്നും ഷക്കീല പറയുന്നു. അവരെക്കാൾ നന്നായി അഭിനയിക്കാവുന്ന നമ്മുടെ കുട്ടികളുണ്ട് ഇപ്പോൾ. ഇവിടത്തെ ആളുകളുടെ ഫോട്ടോ പോലും നിങ്ങൾ വാങ്ങി നോക്കുന്നില്ലെന്നും എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും ഷക്കീല വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തമിഴകത്തും റിപ്പോർട്ട് വരേണ്ടതുണ്ടെന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു. ഇതിനു പുറമെ തന്റെ സിനിമകൾ ഇല്ലാതാക്കിയത് താരസംഘടനയായ അമ്മയാണെന്ന വെളിപ്പെടുത്തലാണ് നടി നടത്തിയത്. മരിച്ചുപോയ ഒരു അഭിനേതാവാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും താരം തുറന്നു പറഞ്ഞു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ എന്ത് നീതിയാണ് ആ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നതെന്നും ഷക്കീല ചോദിച്ചു. തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരത്തിന്റെ തുറന്നു പറച്ചിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. 2000-ൽ തന്റെ സിനിമകളെ ബാൻ ചെയ്തതും സെൻസിംഗ് കൊടുക്കാതിരിക്കുന്നതുമെല്ലാം അമ്മ അസോസിയേഷൻ ആയിരുന്നു. മരിച്ചുപോയ ഒരു അഭിനേതാവ് കാരണമാണ് അമ്മ അസോസിയേഷൻ തനിക്കെതിരെ ചെയ്തതെന്നും ഞാൻ തിരിച്ചറിഞ്ഞുവെന്നും ഷക്കീല പറയുന്നു. അഭിനയത്തിനു പുറമെ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും കല്യാണ മണ്ഡപങ്ങളായി മാറിയേക്കാവുന്ന തിയേറ്ററുകളെ തിരികെ കൊണ്ടുവന്നുവെന്നും എന്റെ സിനിമകളിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് ലഭിച്ചുവെന്നും ഞാൻ എന്ത് തെറ്റാണ് ഇതിലുപരി ചെയ്തതെന്നും പുരുഷാധിപത്യ സമൂഹമാണ് കേരളത്തിലുള്ളതെന്നും ഷക്കീല പറഞ്ഞു. അവരുടെ സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തെ പെൺകുട്ടി വന്ന് അവരെക്കാൾ കളക്ഷനുള്ള സിനിമകൾ ചെയ്താൽ അവർ വെറുതെ വിടുമോ? 2000-ൽ താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണെന്നും അന്ന് എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെന്നും എന്നെക്കൊണ്ട് തന്നെ സിനിമ വേണ്ടെന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ എത്തിച്ചുവെന്നും ഷക്കീല വെളിപ്പെടുത്തി. നടി നയൻതാരയെ ഉൾപ്പെടെയാണ് ഷക്കീല പരോക്ഷമായി ഉദ്ദേശിച്ചതെന്ന് കമന്റുകൾ വരുന്നുണ്ട്. മലയാളത്തിൽ നിന്നും തമിഴകത്തേക്ക് കടന്ന് ലേഡി സൂപ്പർ സ്റ്റാറായി മാറാൻ കഴിഞ്ഞ നടിയാണ് നയൻതാര. നയൻതാരയെ കൂടാതെ ഇപ്പോൾ മലയാളത്തിലെ മിക്ക നായിക നടിമാർക്കും തമിഴകത്ത് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ, അപർണ ബാലമുരളി, ഐശ്വര്യലക്ഷ്മി, അന്ന ബെൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ്. നടൻ ഫഹദ് ഫാസിലിനും തമിഴിൽ സ്വീകാര്യതയുണ്ട്.